നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ റിഗ്രറ്റ് ഇല്ലാതിരിക്കണോ എന്ന് പറയുന്ന കേട്ടാൽ മതി. വിച്ച് ഈസ്, നമ്മൾ അധികം ടൈം റിഗ്രറ്റ് വരാം രണ്ട് റീസൺ കൊണ്ടാണ്. നമ്മൾ ഒരുപാട് കൊടുക്കുന്നില്ലേ, നമ്മൾ കുറച്ചേ കൊടുക്കുന്നുള്ളൂ. ഈ രണ്ട് കേസിലാണ്. ഏതെല്ലാം കാര്യത്തിൽ വേണമെങ്കിൽ വർക്ക് ആവാം, സ്റ്റഡിങ് ആവാം, ഫ്രണ്ട്ഷിപ്പ് ആവാം, ചില ബന്ധങ്ങൾ, റിലേഷൻസ് ആവാം, എന്തോ ആയിക്കോട്ടെ. പക്ഷെ റിഗ്രറ്റ് വരുത്ത് ഞാൻ ഒരുപാട് കൊടുക്കുന്നില്ലേ, അല്ലെങ്കിൽ കുറച്ചേ കൊടുക്കുന്നുള്ളൂ എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇങ്ങനെ വരാൻ കാരണം നിങ്ങൾ എപ്പോഴും സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. എക്സാമ്പിൾ ആണ് ഈ ഫ്രണ്ടിന് എപ്പോഴും എന്റെ സമയം ഫുൾ കൊടുക്കണം, 100 ഞാൻ കൊടുക്കണം എന്നൊരു സ്റ്റാൻഡേർഡ് സമയം നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ദ തിങ് ഈസ് ദാറ്റ് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് സമയം ഇല്ല. ലൈക്ക് ആക്ച്വലി നിങ്ങൾ എല്ലാ ദിവസവും സെയിം ആണോ? എല്ലാ ദിവസവും, എല്ലാ ആഴ്ചയിലും, എല്ലാ മാസത്തിലും, എല്ലാ കൊല്ലവും, ലൈഫിലെല്ലാം ഓരോ സെയിം ആണോ? ഇന്ന് ലൈഫ് ഓക്കെ ആയിട്ട് പോകുന്നു, നാളെ എന്തെങ്കിലും വള്ളി കേസ് വരും, മറ്റന്നാൾ ഓക്കെ ആയിരിക്കും, മറ്റന്നാൾ തലവേദനയ്ക്കും, അടുത്ത ദിവസം നിങ്ങൾ ഹോസ്പിറ്റലിലായിരിക്കും. അങ്ങനെ അതായത് ഇങ്ങനെയല്ലാണ് ഉള്ളത്. അതിനനുസരിച്ച് നിങ്ങളെ ബാറ് സെറ്റ് ചെയ്യാന്നുള്ളതാണ് എഫേർട്ട് കൊടുക്കുക. ഓരോരാൾക്ക് എഫേർട്ട് കൊടുക്കുന്നത്, ഓരോ സാധനത്തിനോ, ഓരോ പഠിത്തത്തിനോ ഇതിന് എഫേർട്ട് കൊടുക്കുന്ന ബാറ് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. എല്ലാം ഓക്കെ ആയിട്ടുള്ള ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ഫ്രണ്ടിനോ, ഒരു പെർട്ടിക്കുലർ വർക്കിനോ, ഒരു പെർട്ടിക്കുലർ സ്റ്റഡീസിനോ നിങ്ങൾക്ക് വേണമെങ്കിൽ 100 കൊടുക്കാൻ പറ്റും. അന്നേരം നിങ്ങളെ ബാറ് 100 അപ്പൊ 100 കൊടുത്തോ. അന്നേരം 100 കൊടുക്കുന്നിടത്ത് നിങ്ങൾ 90 80 കൊടുക്കുമ്പോഴാണ് നിങ്ങൾ റിഗ്രറ്റ് വരാ. അയ്യോ ഞാൻ അത്ര കൊടുത്തിട്ടില്ലേ എന്നുള്ള റിഗ്രറ്റ് വരാ അന്നേരം ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ബാഡ് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ദിവസം നിങ്ങൾ എന്തോ വള്ളി കേസ് കൊണ്ട് ആക്സിഡന്റ് ആയിട്ട് കടത്തത്തിലാണ്. അന്നേരം നിങ്ങൾക്ക് ആൾക്കാർക്ക്, മനുഷ്യന്മാർക്കോ അല്ലെങ്കിൽ വർക്കിനോ പണത്തിന് 100 കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അന്നേരം നിങ്ങളെ ബാർ സെറ്റ് ചെയ്യുന്ന ബാറ് 50 ആയിരിക്കും. ഓക്കെ, 50 ആയിരിക്കും. അപ്പൊ അതിന് 50 കൊടുത്താൽ മതി. അന്നേരം നിങ്ങൾ റിഗ്രറ്റ് അടിക്കരുത്, അയ്യോ ഞാൻ അതിന് 100 കൊടുത്തിട്ടില്ലല്ലോ എന്ന് വെച്ച് റിഗ്രറ്റ് അടിക്കരുത്. കാരണം നിങ്ങൾ സിറ്റുവേഷൻ നോക്കണം. ലൈക്ക് സെൽഫ് ലവ് എന്നുള്ളൊരു കാര്യമായിട്ട്. അപ്പോ നിങ്ങൾ സിറ്റുവേഷൻ നോക്കുക. അന്നേരം നിങ്ങൾക്ക് ഒരു സാധനത്തിന് 100 കൊടുക്കാൻ കഴിയില്ല. അന്നേരം 40 കൊടുക്കാണെന്ന് മതി, 50 കൊടുത്താൽ മതി. 40 30 കൊടുക്കുമ്പോൾ പറ്റില്ല, ലൈക്ക് അയ്യോ ഞാൻ അത്ര കൊടുത്തിട്ടില്ലേ എന്ന് തോന്നിട്ടു. 50 കൊടുത്താൽ മതി. പക്ഷെ 100 കൊടുക്കാൻ നോക്കുന്ന സിറ്റുവേഷൻ എങ്ങനെ ആയതുകൊണ്ട് ഈ 50 സെറ്റ് ചെയ്ത് നിങ്ങളാണ്. ചിലപ്പോൾ കാണുന്ന ആൾക്ക് 40 ആയിരിക്കാം, എനിക്ക് 50 ആയിരിക്കാം. അത് ഇൻഡിപെൻഡന്റ്ലി നിങ്ങളാണ് സെലക്ട് ചെയ്യുക. അതിന് സെലക്ട് ചെയ്യുന്നതനുസരിച്ച് ചില ഫ്രണ്ട്സ് അത് ഓക്കെ ആയിരിക്കും. ചില ഫ്രണ്ട്സ് ചോദിക്കാം എനിക്ക് 100% വേണം, നിന്റെ അത് ചാവാൻ കടന്നാലും 100 വേണം എന്ന് പറഞ്ഞാൽ ആ ഫ്രണ്ടിനെ. ഓക്കെ, സോ എക്സാമ്പിൾ ആണ്. നിങ്ങളാണ് ബാർ സെറ്റ് ചെയ്യുക. സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങളെ ടൈമിനും മൊമെന്റിനനുസരിച്ച് ബാർ സെറ്റ് ചെയ്തിട്ട് അത് കൊടുക്കാൻ നോക്കില്ല. ദർ ഇസ് നെവർ ലൈക്ക് 100. സിറ്റുവേഷൻ അനുസരിച്ച് 50 ആണെങ്കിൽ 50 കൊടുക്കുക. അത് 40 ആവാതിരിക്കുക, 50 ആക്കുക. 30 ആണെങ്കിൽ 30 കൊടുക്കുക. അത് 20 ആവാതിരിക്കുക, 30 കൊടുക്കുക. അത് 100 ആവണ്ടേ എന്ന് റിഗ്രറ്റ് അടിക്കണ്ട. സിറ്റുവേഷൻ അനുസരിച്ച് ആ സാധനം ചെയ്യുമ്പോഴാണ് റിഗ്രറ്റ് അടിക്കാണ്ടിരിക്കുക. ഓക്കെ.